Hello everyone, very good evening. Welcome to Magic English. So let's move today's session directly. നമ്മൾ കഴിഞ്ഞ കുറച്ച് സൺഡേസിലായിട്ട് എടുത്തു പോരുന്ന പ്രൊനൗൺസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെന്റൻസസ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനകത്ത് നമ്മൾ ഐ, യു, ദേ, വി, ഹി വരെ എത്തി നിൽക്കുന്നു. ഓക്കെ, ഹി അവൻ എന്നുള്ളത് വരെയാണ് നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾക്ക് അവളെ കുറിച്ചാകാം ഡിസ്കഷൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാചക ഘടനയും അതോടൊപ്പം ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ടെൽ യു സം എക്സാമ്പിൾ ഫോർ ദാറ്റ്. പിന്നെ നിങ്ങളിലേക്ക് വരാം കേട്ടോ. സോ ഇന്ന് ഞാൻ പറയാം മലയാളത്തിന് മുമ്പ് നിങ്ങൾക്കതൊന്ന് ഇന്നത്തെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാമോ എന്ന് നോക്കുക. ശരിയാകുമോ നമുക്ക് നോക്കാം. അവൾ എന്നുള്ളതിന് ഷീ എന്നാണ്. അപ്പോ അവളാണ്, അവളാകുന്നു. ഷീ ഈസ്. ഓക്കെ, എല്ലാവർക്കും മൈക്ക് ഓൺ ചെയ്ത് പറയാട്ടോ. നിങ്ങൾ ഊഹിക്കുന്നത് നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. ഷീ ഈസ്, എക്സാക്ട്ലി, അത് കറക്റ്റ് ആണ്. ഇനി അവളല്ല. ഹൗ ക്യാൻ വി സേ? She not. എന്തോ ഒരു മിസ്സിംഗ്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? She is not. ഷീ ഈസ് നോട്ട്. ഷീ ഈസ് നോട്ട് കറക്റ്റ് ആണ്. ഇനി അത് ചോദ്യാക്കണം നമ്മൾക്ക്. അവളാണോ എന്ന് ചോദിക്കണം. അപ്പോഴോ അവളാണോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ എന്നൊക്കെ തോന്നുമല്ലോ. അവളാണോ? ഓക്കെ, അവളല്ലേ എന്നാണെങ്കിലോ? യെസ് യെസ് കറക്റ്റ്. എന്താണ് പറഞ്ഞത്? അവളാണോ എന്നുള്ളതിന് ഈസ് ഷീ. ഈസ് ഷീ. ഓക്കെ ആണ്. ഇനി അവളല്ലേ എന്ന് പറയാനോ? ഈസൻ ഷീ. ഇത്ര എളുപ്പം നമ്മൾ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കിട്ടേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് ഗസ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നതെന്ന് അറിയാമോ? ഷീ, അവൾ എന്നുള്ളതിന്റെ രണ്ട് വാചക ഘടനകളും സെന്റൻസസ്, സ്റ്റേറ്റ്മെന്റ് പോലത്തെ കാര്യങ്ങള്, അതോടൊപ്പം രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഷീ ഈസ്, ഷീ ഈസ് അവളാണ് അല്ലെങ്കിൽ അവൾ ആകുന്നു. ഓക്കെ, അടുത്തത് ഷീ ഈസ് നോട്ട്, അവളല്ല, ഷീ ഈസ് നോട്ട്. ഇനി അത് ചോദ്യാക്കുമ്പോ എങ്ങനെയാണെന്നറിയോ? ഈസ് എന്നുള്ളതിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരാം, ഷീയെ രണ്ടാമത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് പൊസിഷൻ ഒന്ന് മാറ്റിയാൽ ഓക്കെ ആയി. ഈസ് ഷീ, അവളാണോ? ഈസ് ഷീ, അവളാണോ? അങ്ങനെ ചോദ്യത്തിന്റെ ഒരു ടോണിൽ ചോദിക്കാം. ഈസ് ഷീ, ഈസ് ഷീ, അവളാണോ? അങ്ങനെ. അടുത്തത് ഈസിന്റെ ഷീ, അതും ചോദ്യമാണ്, പക്ഷെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട്, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. ഈസിൻ ഷീ, ഈസിൻ ഷീ, അവളല്ലേ? അങ്ങനെ. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെയാ? ഷീ ഈസ്, ഷീ ഈസ് നോട്ട്, ഈസ് ഷീ, ഈസിൻ ഷീ. I'll tell you some example for that sentences and questions. Okay. After that, I'll come to you. നിങ്ങൾ അതിനുശേഷം എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അതോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഷീ ഈസ്, അവളാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാമേ. ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. അവളൊരു ടീച്ചറാണ്, അധ്യാപികയാണ്. അവളൊരു അധ്യാപികയാണ് എന്നാണ്. ഇനിയിപ്പോ ഷീ ഈസ് നോട്ട്, അവളല്ല. അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ ഈസ് നോട്ട് ആൻ ആർട്ടിസ്റ്റ്. ഷീ ഈസ് നോട്ട് ആൻ ആർട്ടിസ്റ്റ്. അവളൊരു കലാകാരി അല്ല. ഷീ ഈസ് നോട്ട് ആൻ ആർട്ടിസ്റ്റ്. അവളൊരു കലാകാരി അല്ല എന്നാണ്. ഇനി ചോദ്യമാക്കുമ്പോഴത്തേക്ക് ഈസ് ഷീ, ഈസ് ഷീ. അപ്പോ ചോദ്യമാണല്ലോ, എങ്ങനെ ചോദിക്കാം? ചോദ്യത്തിന്റെ ഒരു ശൈലിയൊക്കെ വരണം, ആ ടോണൊക്കെ ഇങ്ങോട്ട് മാറണം. ചോദ്യം ചോദിക്കണ പോലെ തോന്നണം. എങ്ങനെയാത്? ഈസ് ഷീ എ പൈലറ്റ്? ഈസ് ഷീ എ പൈലറ്റ്? അവൾ ഒരു പൈലറ്റ് ആണോ? അങ്ങനെ. ഇനി ഈസിൻ ഷീ, ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുമല്ലോ, അവളല്ലേ എന്നറിയാൻ വേണ്ടി. അപ്പൊ ഈസിൻ ഷീ എ ഡോക്ടർ?
Isn't she a doctor? അവളൊരു ഡോക്ടർ അല്ലേ എന്നാണ്. അപ്പൊ ആണ്, അല്ല, ആണോ, അല്ലേ, അത്രേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തരിലേക്ക് വരാം. ആരാണ് ഓരോരോ എക്സാമ്പിൾസ് പറയാൻ റെഡിനെസ് ഉള്ള ആളുകള്? ഞാൻ പേര് വിളിക്കണില്ല, നിങ്ങൾ പറഞ്ഞോളൂ. Who is ready to say first? നിങ്ങൾ തന്നെ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. തെറ്റിയ നമുക്ക് തിരുത്താം. തെറ്റൊന്നുമില്ല, ഓക്കെ ആണ്, സിമ്പിൾ ആണ്. Mistake doesn't matter. Police. Who is this? ഇത് ആരാണെന്ന് പറയൂ. Seyhan. അപ്പൊ സെയ്ഹാനിലേക്ക് നമുക്ക് ആദ്യം വരാം. സെയ്ഹാൻ എല്ലാം എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഷീ ഈസ് വെച്ചിട്ട് ആദ്യം ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യൂ. ഷീ ഈസ്. She is a police. ഷീ ഈസ് എ പോലീസ് ഓഫീസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവൾ ഒരു പോലീസുകാരിയാണ് അല്ലെ. അവളൊരു പോലീസുകാരി എന്നല്ലേ പറയാം. അവളൊരു പോലീസുകാരിയാണ്, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ആണ് എന്നുള്ള നിലയ്ക്ക് പറയാം. ഷീ ഇസ് ദ പോലീസ് ഓഫീസർ ഓർ ഷീ ഈസ് എ പോലീസ്. അടുത്തത് ഷീ ഈസ് നോട്ട്. ഷീ ഈസ് നോട്ട് സെന്റൻസ് ഐ ഹാൻഡ് തന്നെ പറയണം. She is not a teacher. She is not a teacher. She is not a teacher. അവൾ ഒരു ടീച്ചർ അല്ല. ഓക്കെ, ഇനി ചോദ്യം. ഈസ് ഷീ? ഈസിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോ അത് ചോദ്യമായി. ഈസ് ഷീ? ബാക്കി പറയൂ. അവളാണോ എന്നാണ്. അതൊരു ചോദ്യമാണ്. ഈസ് ഷീ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. എന്താ അവള് എന്നുള്ള ഒരു വേർഡ് കിട്ടാത്തോണ്ടായിരിക്കൂലേ ആശയക്കുഴപ്പം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റ്, പിന്നെ ഉണ്ടല്ലോ ഒരുപാട്. മെർച്ചന്റ്, ഡ്രൈവർ, വൈഫ്, മദർ, അങ്ങനെ എന്തോരം ഉണ്ട്. ഷീ, അവൾ എന്ന് പറയുന്നത്, സിസ്റ്റർ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവളെ വെച്ച്. ഡാൻസർ, സിംഗർ, അങ്ങനെയൊക്കെ പറയാലോ. എന്തു ആവാം. ഈസ് ഷീ? അവളാണോ? സൈഹാൻ? Is she a singer? ഈസ് ഷീ എ സിംഗർ? ആ ചോദ്യം ചോദിക്കുന്ന ശൈലി ഇങ്ങോട്ട് വരട്ടെ. ഈസ് ഷീ? Is she a singer? അത്രേ ഉള്ളൂ. ഈസ് ഷീ എ സിംഗർ? ഈസ് ഷീ എ സിംഗർ? അവളൊരു ഗായികയാണോ? അങ്ങനെ. ഇനി ഈസിൻഡ് ഷീ? ഈസിൻഡ് ഷീ? അവളല്ലേ? അത് സൈഹാൻ തന്നെ പറയണം. ഒരാളത് മൊത്തം കഴിഞ്ഞിട്ടാണ് അടുത്ത ആളിലേക്ക് വരിക കേട്ടോ. ഈസിൻ ഷീ? ഈസിൻഡ് ഷീ? പറഞ്ഞോളൂ എന്തെങ്കിലും. ഡോക്ടർ? ചോദിക്കുന്ന ശൈലി വരട്ടെ. വേറെയുള്ളവര് സൈലന്റ് ആയിട്ടിരിക്കണേ, മൈക്ക് ഓഫ് ചെയ്യാ. ഡോക്ടർ? Isn't she a doctor? Isn't she a doctor? അവൾ ഒരു ഡോക്ടർ അല്ലേ? ഓക്കെ. സൈഹാൻ അധികം ക്ലാസ്സുകളിൽ കണക്ട് ആയിട്ടില്ല തോന്നുന്നു അല്ലെ. ഫസ്റ്റ് ടൈം ആണോ? ആദ്യമായിട്ടാണോ അത് ഇടയ്ക്ക് വരാറുണ്ടായിരുന്നോ? ചില ദിവസം അതുകൊണ്ടാണ് കണക്ഷൻ കിട്ടാത്തതുകൊണ്ട്. അത് പറ്റുന്ന ഞായറാഴ്ചകളിലൊക്കെ കണക്ട് ആവും കേട്ടോ. അപ്പൊ മനസ്സിലാകും. ക്ലിയർ അല്ലേ? മറ്റുള്ള കുട്ടികൾ പറയുന്ന എക്സാമ്പിൾസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരോടും ഞാൻ പറയാൻ റെഡിനെസ് ഉള്ള തയ്യാറുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് നമ്മളിന്ന് ലീവ് ചെയ്യും. ദാറ്റ്സ് ഓൾ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ച. ഓക്കെ സൈഹാൻ, ബൈ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് റെഡി ആയിട്ടുള്ളത് പറയാൻ വേണ്ടിട്ട്? ബാക്കിയുള്ളവരൊന്ന് മൈക്ക് ഓഫ് ചെയ്യാ. മൈക്ക് ഓൺ ചെയ്ത് നിൽക്കണ്ട, എല്ലാരും മൈക്ക് ഓഫ് ചെയ്യാം. നിങ്ങളത് പറയാനാവുന്ന സമയത്ത് നമുക്ക് മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ശിവൻ പറഞ്ഞോളൂ. ഷീ ഈസ് എ റിസപ്ഷനിസ്റ്റ്. ഷീ ഈസ് എ റിസപ്ഷനിസ്റ്റ്. അവൾ ഒരു റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, ഫൈൻ. ആൻഡ് ഷീ ഈസ് നോട്ട്. ഷീ ഈസ് നോട്ട് എ സോൾജർ.
Is not a soldier. അവളൊരു പട്ടാളക്കാരിയല്ല. Is she question? Is she a blacksmith? Oh, once more. Is she a Blacksmith? Is she a blacksmith? And then isn't she? Isn't she a air hostess? Isn't she a air hostess ആയിരിക്കോ? An air hostess. Isn't she? Isn't she? An air hostess. Air hostess. എപ്പോഴും ശിവദി ഇതുപോലെ ആവണം. എപ്പോഴും നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും, കൂടുതലായിട്ട് എക്സാമ്പിൾസ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു ഘടന കിട്ടിയിട്ടുണ്ട് അല്ലെ? തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഇനി 1-2 ക്ലാസ് കൂടെ ഇതേ ഫോർമാറ്റ് ഉള്ളൂ. അതിനുശേഷം നമ്മൾ അടുത്തതിലേക്ക് മൂവ് ചെയ്യും. 1-2 സൺഡേസും കൂടെ ഇതിന്റെ ബാക്കിയുണ്ട് കേട്ടോ. Okay, bye. Shivad, I think you could understand, right? I understood, ma'am. Well done, well done. Bye, Shivad. Then next, Thank who you, is ready? Bye, welcome. ഇനി ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാൻ വന്നോളൂ. Zaman. Nazal Zaman. Nazal Zaman, did you hear about today's class and all? Did you understand? Yes. Okay, so you have to start now itself. Okay, she is. She is teacher. കിടക്കട്ടെ. She's a teacher. She is a teacher. She is a teacher. She's not. Is not traffic police. You have to use a or an as your and what A traffic police. Not. She is not. Not an traffic police. No. And വേണ്ടല്ലോ അവിടെ. പോരെ ട്രാഫിക്കിന്റെ സ്റ്റാർട്ടിങ്ങിലെ ലെറ്റർ ടി അല്ലേ? അപ്പൊ നമ്മൾ എ മതി. ഈ എയും ആനും മാറി വരുന്നത് എപ്പോഴാന്ന് അറിയാലോ അല്ലെ? എ ഇ ഐ ഒ യു. എ ഇ ഐ ഒ യു വോവൽസിന്റെ ഉച്ചാരണം അല്ലെങ്കിൽ ലെറ്റേഴ്സ്. കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെറ്റേഴ്സ് അല്ല, അതിനേക്കാൾ ഉച്ചാരണമാണ്. എന്നാൽ ചെറിയ മക്കൾക്ക് അത്രയെങ്കിലും അറിഞ്ഞിരിക്കുക. എ ഇ ഐ ഒ യു. ഒരു വാക്കിന്റെ തുടക്കത്തിൽ എ എന്നോ ഇ എന്നോ ഐ എന്നോ ഒ എന്നോ യു എന്നോ വന്നാൽ എ അല്ല ആനാണ് ഉപയോഗിക്കുക. അപ്പൊ ഇത് ട്രാഫിക് പോലീസിന്റെ ടി ആണ് തുടക്കത്തിൽ. ടി അതിനകത്ത് പെടുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എ മതി. ഷീ ഈസ് നോട്ട് എ ട്രാഫിക് പോലീസ്. ഓക്കെ, ഷീ ഈസ് നോട്ട് എ ട്രാഫിക് പോലീസ്. Then is she? ചോദ്യം ആയിക്കോട്ടെ. Is she? Isn't she a? No. Isn't she? നമുക്ക് അടുത്തത് പറയാം. Is she? അവളാണോ? Is she? Is she? Is she? Come on. Is she doctor? Is she a doctor? Is she a doctor? അപ്പൊ ചോദ്യം ചോദിക്കുന്ന ശൈലി ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നസൽ? Is she a doctor? Is she a doctor? Is she a doctor? Okay. ഇനി isn't she? അവളല്ലേ? Isn't she? Isn't a collector? Isn't she a collector? Isn't she a collector? അല്ലേ? അവളൊരു കളക്ടർ അല്ലേ? Okay, fine. Thank you. I think you could understand, right? Yes, ma'am. Okay, bye, Nazar Zaman. Good night. Thank you. Bye, welcome. Then, who is ready? അടുത്തതായിട്ട് ആരാണ് റെഡി ആയിട്ടുള്ളത്? റിതയാണോ? റിത കേട്ടായിരുന്നോ? ക്ലാസ് കേട്ടായിരുന്നോ? മനസ്സിലായോ? നമുക്ക് പറഞ്ഞു നോക്കാം അല്ലെ? സോ സ്റ്റാർട്ട് ചെയ്തോളൂ. She is. She is bright. എ എന്നോ ആൻ എന്നോ ഒക്കെ ഏതാണോ മാച്ച് ആവുന്നത് ചേർക്കുമ്പോഴാണ് സെന്റൻസിന് ഒരു പൂർണ്ണത വരുന്നത്, പെർഫെക്ഷൻ വരുന്നത്. She is a bride. She is a bride. She is not. അവളല്ല. She is not sister. എവിടെ? She is not a sister. She is not a sister. She is not a sister. Okay. ഇനി ചോദ്യം. Is she?
Is Is she is she an pilot? ആൻഡ് പൈലറ്റോ? A പൈലറ്റിന്റെ pilot. എ മതി, കാരണം പൈലറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ പി ആണ്. അത് എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വവൽസിൽ പെടുന്നതല്ല, അതുകൊണ്ട് എ മതി. ഓക്കെ, എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, ഒരു എന്നുള്ള അർത്ഥമാണ്. പക്ഷെ വവൽസ് വരുമ്പോ മാത്രം എക്ക് പകരം നമ്മൾ ആൻ ആക്കണം, അല്ലാത്തപ്പോഴൊക്കെ എ പറയാം. ഷീസ് എങ്ങനെയായിരുന്നു സെന്റൻസ് എന്തായിരുന്നു? ഐ ഫോർഗോട്ട്. വാട്ട് ഡിഡ് യു സേ? ഒന്നുകൂടെ പറയാമോ? Is she a pilot? ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈസ് ഷീ എ പൈലറ്റ്? ചോദിക്കുന്ന ശൈലിയിൽ ചോദിക്കുക. ഈസ് ഷീ എ പൈലറ്റ്? അങ്ങനെ. Is she a pilot? കറക്റ്റ് റിത. ദെൻ ഈസിൻ ഷീ? അവളല്ലേ? ഈസിൻ ഷീ? Isn't she a student? ഈസിൻ ഷീ എ സ്റ്റുഡന്റ്? ഈസിൻ ഷീ എ സ്റ്റുഡന്റ്? കറക്റ്റ് ആണ്. ഓക്കെ, ബൈ ബൈ റിത. ഗുഡ് നൈറ്റ്. നെക്സ്റ്റ്, ഹു ഈസ് റെഡി? ഹാദി, നാജി റെഡി ആണോ? വേറെ ആരെങ്കിലും കണക്ട് ആയിട്ടുള്ളവര് റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പേര് പെട്ടെന്ന് പറയൂ. Hadi. ഓക്കെ, ഹാദി. അപ്പൊ ഹാദി പറയല്ലേ? ഷീ ഈസ്. ഷീ ഈസ്. കേൾക്കണില്ലല്ലോ, ക്ലിയർ അല്ല. വേറെ ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യണേ, അപ്പോഴാണ് ഹാദി പറയുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഹാദി പറഞ്ഞോളൂ ഒന്നുകൂടെ. ഷീ ഈസ് എ ഡ്രൈവർ എന്നാ എ ഉണ്ടായിക്കോട്ടെ, അപ്പൊ എങ്ങനെ പറയാം? She is a driver. ഓക്കെ, ഷീ ഈസ് എ ഡ്രൈവർ. ഇനി ഷീ ഈസ് നോട്ട്? She is not postman. എ ഉണ്ടായിക്കോട്ടെ. ഷീ ഈസ് നോട്ട്. She is a postman. അയ്യോ, നോട്ട്. A postman. ഷീ ഈസ് നോട്ട്, അവളല്ല. അപ്പൊ എങ്ങനെയാണ്? ഷീ Not a postman. ഓക്കെ, ഷീ ഈസ് നോട്ട് എ പോസ്റ്റ്മാൻ. Not a postman. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ ആണാണ്, പുരുഷനാണ്. അപ്പൊ നമുക്ക് സ്ത്രീ ആക്കുമ്പോ എങ്ങനെയാ പറയാ? ഷീ ഈസ് നോട്ട് എ പോസ്റ്റ് വുമൺ. വുമൺ. ഓക്കെ, ഒരാളാകുമ്പോ വുമൺ എന്ന് പ്രൊനൗൺസ് ചെയ്യാം. വുമൺ. ഒന്നിൽ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ വിമൻ ആണ്, വിമൻ. ഇത് വുമൺ എന്ന് പറഞ്ഞാൽ മതി, ഒരു സ്ത്രീയാണ്. ഷീ ഈസ് നോട്ട് എ പോസ്റ്റ് വുമൺ. അവളൊരു പോസ്റ്റ് വുമൺ അല്ല. മാൻ എന്ന് പറയുന്നത് എപ്പോഴറിയോ? പുരുഷനാണെങ്കിൽ. പോസ്റ്റ് മാൻ എന്നുള്ളത് പോലെ ഒരു സ്ത്രീ അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ പോസ്റ്റ് വുമൺ എന്ന് പറഞ്ഞാൽ മതിയാകും. അടുത്ത ചോദ്യം, ഈസ് ഷീ? ഈസ് ഷീ? Is she judge? ഈസ് ഷീ എ ജഡ്ജ്? വേറെ ആരോ അവിടെ സംസാരിക്കുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കുക. ഓക്കെ, അത് ഹാദിയുടെ ചാറ്റിന്റെ തൊട്ടടുത്ത് മിണ്ടാണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ മൈക്ക് ഓഫ് ചെയ്യുക കേട്ടോ. ഈസ് ഷീ? Is she a judge? ചോദ്യം ചോദിക്കുകയാണല്ലോ, അപ്പൊ ചോദിക്കണ ശൈലി വരുമ്പോഴാണ് കേൾക്കുമ്പോ ചോദ്യം മനസ്സിലാവും. അപ്പൊ എങ്ങനെയാ? ഈസ് ഷീ എ ജഡ്ജ്? ഈസ് ഷീ എ ജഡ്ജ്? അവളൊരു ജഡ്ജ് ആണോ? Is she a judge? അത്രേ ഉള്ളൂ. ഇനി ഈസിൻ ഷീ? അവളല്ലേ? അതെങ്ങനെ പറയാ? ഈസിൻ ഷീ? She a farmer? Isn't she a farmer? Isn't she a farmer? Okay. അപ്പൊ ഹാദി സെറ്റ്. നാജി പറയുന്നുണ്ടോ? നാജി നാജി റെഡിയാ? എന്നാ പറഞ്ഞോ. ഷീ ഈസ്. പറഞ്ഞോളൂ. She is a cooking. She is a കുക്ക്. അതായത് പാചകം ചെയ്യുന്നതിനും പാചകക്കാരിയെയും നമ്മൾക്ക് കുക്ക് എന്ന് പറയാം. ING വേണ്ട. കുക്ക്. ഷീ ഈസ് എ കുക്ക്. ഷീ ഈസ് എ cook. അത് മതി. ഇനി ഷീ ഈസ് നോട്ട്? She is not a nurse. ഷീ ഈസ് നോട്ട് എ നഴ്സ്. ഓക്കെ. ഇനി ചോദ്യം, ഈസ് ഷീ?
Is Is she? she a pilot? Is she a pilot? ചോദിക്കണ പോലെ. Is she a pilot? അടുത്തത് isn't she? Isn't she? Isn't she a Isn't she farmer? a? നമ്മുടെ Farmer? ഹാരിയൊക്കെ കോപ്പിടിച്ചു. Isn't she a farmer? Isn't she a farmer? അവള് ഒരു കർഷകയല്ലേ? ഓക്കെ, അപ്പൊ സെറ്റ് ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ബൈ ഹാദിയ, നാജി, ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ്സിൽ കണക്ട് ആവുക. ഇതിന്റെ തുടർച്ചയാണ് കേട്ടോ. ഇനി ആരെങ്കിലും പറയാൻ റെഡിനെസ് ഉണ്ടോ? ഓക്കെ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആരെങ്കിലും റെഡി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. Yes, ആരാണ്? യെസ്, ഹു ഇസ് ദിസ്? Subi. സുബി ടീച്ചർ. Uh, ഹലോ. hello. കേട്ടായിരുന്നോ? ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊനൗൺസ് ഉണ്ടല്ലോ, ഐ, യു, ദേ, വി, ധാരണ ഉണ്ടോ? ആ അപ്പൊ അത് വെച്ചിട്ടുള്ള കുറച്ച് സെന്റൻസസും അതുപോലെ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഐയുടേത് കഴിഞ്ഞു, യു കഴിഞ്ഞു, ദേ കഴിഞ്ഞു, വി കഴിഞ്ഞു, ഹീം കഴിഞ്ഞു, ഇന്ന് ഷീ ആണ്. ഇനി പിന്നെ ഇറ്റ് ഉണ്ട്. പിന്നെ ഒരു സൺഡേ വരുമ്പോഴത്തേക്ക് ഒരാളുടെ പേര് വെച്ചിട്ട് അത് കഴിയുമ്പോ ഈ ഒരു ഏരിയ അങ്ങ് കവർ ആവും. അങ്ങനെ. അപ്പോ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ സുബി ടീച്ചറെ? ശരി. ഷീ ഈസ് അവൾ. She is? She is a nurse. She is a nurse. Okay. Then she is not. She is not a doctor. She is not a doctor. Very good. ഇനി ചോദ്യം. Is she? ചോദ്യം ശൈലി. Is she? Is she a dancer? Is she a dancer? ഇനി isn't she? അവളല്ലേ? Isn't she a writer? Isn't she a writer? അവളൊരു എഴുത്തുകാരിയല്ലേ? വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതേ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്തിട്ടായിരുന്നു ഐ, യു, ദേ, വി, ഹി, ഷീ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ സൺഡേസിലും ഓരോന്ന് മാത്രമായിരുന്നു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബേർഡൻ ആവില്ല കാര്യങ്ങൾ. കുട്ടികൾ പലരും പല ഏജിലുള്ളവര് കണക്ട് ആവുന്നല്ലോ. അപ്പൊ എല്ലാവർക്കും ബേസിക് ആവശ്യമുള്ളവർക്ക് സിമ്പിൾ ആൻഡ് ഹംബിൾ. പിന്നെ കൂടുതൽ എക്സാമ്പിൾസ് പറയുമ്പോ അത് തറോ ആവാത്തവർക്ക് അങ്ങ് മനസ്സിലായിക്കോളും എന്നുള്ള രീതിക്ക്. ക്ലിയർ ആയല്ലോ ലേഡീസ്? ഓക്കെ, ഇത് വെച്ചിട്ട് ഞാനൊരു പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോ പഠിക്കാൻ ഗ്രാമറായി കരുതുമ്പോഴാണല്ലോ പ്രയാസം. പാട്ടൊക്കെ ആയിട്ട് മാറ്റുന്ന സമയത്ത് പഠിക്കാൻ ഈസി ആയിരിക്കും. ഒരു ഋതം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പൊ അതിന്റെ ട്യൂൺ ഒന്ന് കേട്ടോളൂ ജസ്റ്റ്. ഓക്കെ, ആദ്യമായിട്ടല്ലേ ടീച്ചർ കണക്ട് ആയത്? അതെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരുന്നു. ഐ ആം നോട്ട്, ആം ഐ, ആറിൻഡ് ഐ. ആ ഒരു ക്രമമായിരുന്നു. ആമിൻഡ് ഐ എന്നുള്ളത് ചില പുസ്തകങ്ങളിലൊക്കെ വരാറുണ്ട്. പക്ഷെ ശരിക്കും അത് ആറിൻഡ് ഐ ആണ്. അത് മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ചെയ്യുമ്പോ അതാണ്. അപ്പൊ അവിടെ മാത്രമേ ആ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ, ആറിൻഡ് ഐ. ബാക്കിയുള്ളിടത്തൊക്കെ യു ആർ, നീ ആണ്. യു ആർ നോട്ട്, നീ അല്ല. ആർ യു, നീ ആണോ. ആറിൻഡ് യു, നീ അല്ലേ. അങ്ങനെ അതേ ഫോർമാറ്റിൽ. പിന്നെ ദേ ആർ നോട്ട്. ആർ ദേ, ആറിൻഡ് ദേ. വി ആർ നോട്ട്. Are we, aren't we? He is not. Is he, isn't he? She is not. Is she, isn't she? ഇത്ര വരെ എത്തി. ഈ എത്തിയിടം വരെ ഞാൻ തൽക്കാലം പാടാം. ഇനിയുണ്ട് അപ്പൊ അതിന്റെ ക്ലാസ്സിന്റെ തുടർച്ച വരുമ്പോ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടാവും. കണക്ട് ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ക്ലിക്ക് ആവും. മൈൻഡിലേക്ക് അത് കിട്ടുന്നു. ഇത് സിമ്പിൾ ആണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷന് വളരെയധികം യൂസ് ആവുന്ന ഒരു ഏരിയയാണത്. ഓക്കെ, അപ്പൊ അതിന്റെ ട്യൂൺ ഇങ്ങനെ. I am not, am I, aren't I, you are not, are you, aren't you, they are not, are they, aren't they, we are not, are we, aren't we, he is not, is he, isn't he, she is not, is she, isn't she. ഇത്ര എത്തി. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ കണക്ട് ആവൂ. കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള സൺഡേസിൽ പരമാവധി കണക്ട് ആവാൻ ശ്രമിക്കൂ. മക്കളെയും കൂടെ കൂട്ടിക്കോളൂ. നമ്മുടെ അഗ്നി കുട്ടി ഉണ്ട് അവിടെ. മോള് കേൾക്കണ്ടല്ലോ അല്ലെ?
ആയിക്കോട്ടെ. ശരി ടീച്ചറെ, സന്തോഷം. ശരി. ബൈ. ബൈ, Bye. ഗുഡ് നൈറ്റ്. Thank you. Good night. ഇനി ആരെങ്കിലും കണക്റ്റഡ് ആണോ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിട്ട്? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഷീ ഈസ്, ഷീ ഈസ് നോട്ട്, ഈസ് ഷീ, ഈസ് ഇൻ ഷീ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെന്റൻസസും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. കണക്ട് ചെയ്തവരിൽ റെസ്പോണ്ട് ചെയ്യാൻ റെഡിനെസ് ഉള്ളവർ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്തു. നമ്മൾ അത് വെച്ചിട്ടുള്ള പ്രോനൗൺ വെച്ചിട്ടുള്ള സോങ് പാടാൻ ശ്രമിച്ചു അല്ലെ? ബാക്കി ഇനി ഒരു 1-2 ക്ലാസ്സും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ അങ്ങോട്ട് തീരും. എന്നിട്ട് നമുക്ക് ആ പാട്ടിന് വേണ്ടി ഒരു ദിവസം വെക്കാം കേട്ടോ. പരമാവധി എല്ലാവരും കണക്ട് ചെയ്യുക. ആൻഡ് ഓൾസോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ മുറയ്ക്ക് യൂട്യൂബ് വാച്ച് ചെയ്യാനും അതിനപ്പുറത്തേക്ക് സൂമിൽ നിങ്ങൾ കണക്ട് ആവാനും ശ്രദ്ധിക്കുക. പരമാവധി യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നവരിലേക്ക് ഈ ഒരു യൂട്യൂബ് ലിങ്ക് ആണെങ്കിലും സൂമിന്റെ ലിങ്ക് ആണെങ്കിലും ഒക്കെ എത്തിച്ചു കൊടുക്കുക. ഉപകാരപ്പെടുന്നവർക്ക് ഈ ഒരു ഫ്രീ സെഷൻ പ്രയോജനം ചെയ്യട്ടെ. സോ നെക്സ്റ്റ് സൺഡേ ഓക്കെ, നമ്മുടെ ഷാർപ്പ് ടൈമിംഗ് 7:30 വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ, ഗുഡ് നൈറ്റ്.